പോലീസിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും കൂട്ട സ്വയം വിരമിക്കലും തടയാനുള്ള നടപടികൾ എങ്ങും എത്തുന്നില്ല. അമിത ജോലി ഭാരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലും നടക്കാത്ത അവസ്ഥയാണ്. സ്വയം വിരമിക്കൽ തടയുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടില്ല. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, അമിത ജോലി സമ്മർദ്ദം, കഴിഞ്ഞ ദിവസം മാതാവിന്റെ അസുഖത്തെ തുടർന്ന് അവധി നൽകാത്തതിൽ സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട് വിട്ടു പോകുന്നൊരു സാഹചര്യവും കൂടിയുണ്ടായിരുന്നു. ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം കൂടുന്തോറും ആത്മഹത്യാ പ്രവണതകളും സ്വയം വിരമിക്കലും കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനെതിരെ ഒരു പഠനം പോലും ആഭ്യന്തര വകുപ്പ് നടത്തുന്നില്ല എന്നത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയല്ലേ? ദേവിക, തീർച്ചയായും സംസ്ഥാന പോലീസിലെ ഈ അമിത ജോലിഭാരം, അതുപോലെ തന്നെ പോലീസിലെ മാനസിക സമ്മർദ്ദം, ഇത് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. കാരണം പോലീസിൽ കൂട്ട സ്വയം വിരമിക്കൽ ഉണ്ടെന്ന വാർത്ത ജന ടി വിയാണ് ആദ്യം പുറത്തുവിടുന്നത്. കൂട്ടത്തോടെ പോലീസ് ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുന്ന ഒരു പ്രവണത പോലീസിൽ വർദ്ധിച്ചു വരുന്നത് 2021 മുതലാണ്. 2022, 2024 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 100 മുകളിൽ ഉദ്യോഗസ്ഥരാണ് സ്വയം വിരമിക്കൽ തിരഞ്ഞെടുത്തത്. അതിന് ഏറ്റവും പ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് ഈ മാനസിക സമ്മർദ്ദവും അമിത ജോലിഭാരവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തണം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവധി ഉൾപ്പെടെ അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 DGPമാരുടെ കാലത്തും നിരവധി സർക്കുലറുകൾ പുറത്തിറക്കിയെങ്കിലും ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സേനയിൽ ഉള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പോലീസിലെ അംഗബലത്തെക്കുറിച്ചാണ്. പല പോലീസ് സ്റ്റേഷനുകളിലും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല. മതിയായ ഉദ്യോഗസ്ഥരില്ലാതെ വലിയ പ്രതിസന്ധിയാണ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് അവധി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും സമ്മതിക്കുന്നത്. പലപ്പോഴും സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം സർക്കാരിന് മുന്നിൽ വെക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് അംഗീകരിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ട് തന്നെ അവധി നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും വളരെ കൃത്യമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഈ മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം ഉൾപ്പെടെയുള്ള സംഭവങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് ഈ പോലീസിലെ കൂട്ട സ്വയം വിരമിക്കലിനും അതിനൊപ്പം ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിനും പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 81 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 5 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ്. ഇവരുടെ എല്ലാം പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ പലരും ഈ അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഒക്കെയുള്ള കാര്യങ്ങൾ കുടുംബത്തോടും മറ്റും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പല സഹപ്രവർത്തകരോടും ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് സേനയിലെ കടുത്ത അച്ചടക്ക നടപടികൾ ഭയന്നുകൊണ്ട് ഇത് പരസ്യമാക്കാൻ പലരും തയ്യാറാകുന്നില്ല. മാത്രമല്ല ഈ സംഘടനാ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതികാര നടപടികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പോലീസിൽ കൂട്ട സ്വയം വിരമിക്കൽ പലരും തിരഞ്ഞെടുക്കുന്നത് എന്നാണ് സേനയിലുള്ളവർ തന്നെ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പഠനം നടത്തണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിലും മുന്നോട്ട് വെച്ചിരുന്നു. വിരമിച്ച ഒരു സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും മറ്റ് വിരമിച്ച ഉദ്യോഗസ്ഥരെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെ കൊണ്ടോ ഇതുമായി ബന്ധപ്പെട്ട വിശദമായൊരു പഠനം നടത്തണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും സേനയിൽ ഉയർന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരുന്നു. പക്ഷേ ആ പഠനം നടത്താൻ നിയോഗിച്ച സമിതിയിൽ കൂട്ടത്തോടെ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ ഉൾപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇതും ജന ടി വി പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളും മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ് സംസ്ഥാന പോലീസിൽ നിലനിൽക്കുന്നത്. ആരോട് പരാതി പറയണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലൂടെ സംസ്ഥാന പോലീസ് കടന്നു പോവുകയാണ്. ഒരു വശത്ത് അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. സംസ്ഥാന പോലീസ് മേധാവിക്കുൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ആ പരാതിയിൽ ഒരു നടപടികളും കൈക്കൊള്ളുന്നില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന പഠന റിപ്പോർട്ടുകൾ അതുപോലും നടപ്പാക്കാത്ത ഒരു സാഹചര്യമാണ്. ഇതിനൊപ്പമാണ് ഉദ്യോഗസ്ഥർക്ക് അവധി കൃത്യമായി നൽകണം, അവരുടെ ജന്മദിനത്തിനും വിവാഹ വാർഷികത്തിനുമൊക്കെ അവധി നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഓരോ തവണയും സർക്കുലറുകൾ പുറത്തിറക്കാറുണ്ട്. പക്ഷേ ഈ സർക്കുലറുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന അവസ്ഥ തന്നെയാണ് സംസ്ഥാന പോലീസിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റു വകുപ്പുകൾ ചെയ്യേണ്ട ജോലികൾ പോലും ഇപ്പോൾ പോലീസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്കൂളുകളുടെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ തന്നെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണം. ഇപ്പോൾ നാർക്കോട്ടിക് സെല്ലിൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ അവിടേക്ക് വിന്യസിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. ഈ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് ഇതിനും ഉദ്യോഗസ്ഥരെ നൽകേണ്ടി വരുന്നത്. അത് ജില്ലാ പോലീസ് മേധാവികൾക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് നൽകുകയും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന ആവശ്യം പ്രധാനമായും ജില്ലാ പോലീസ് മേധാവികൾ മുന്നോട്ട് വെക്കുകയും ചെയ്യും. ഇതോടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അതിലേക്ക് നൽകേണ്ട സാഹചര്യമുണ്ടാകും. ഇതോടെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം താളം തെറ്റുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതായത് ക്രമസമാധാന പാലനത്തിൽ മാത്രമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പോലീസ് സേന എത്തിയിരിക്കുന്നു. മാത്രമല്ല ഈ ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയും സംസ്ഥാന പോലീസിൽ നിലനിൽക്കുന്നുണ്ട്. കടുത്ത മാനസിക
സമ്മർദ്ദത്തിൽ തന്നെ സംസ്ഥാന പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ ആരും തയ്യാറാകുന്നില്ല. പോലീസിന്റെ മനോവീര്യം നിലനിർത്തണമെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും മനോനിലയും കൂടി കണക്കിലെടുക്കണം. അത് മാത്രമല്ല, നമുക്ക് സംരക്ഷണം ഒരുക്കുന്ന പോലീസിന് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ കൂടി തയ്യാറാകണം. ഇതിനുവേണ്ടി മേലുദ്യോഗസ്ഥർ മുൻകൈ എടുത്ത് തന്നെ മുന്നോട്ട് വരണം എന്ന് പറയുമ്പോഴും മേലുദ്യോഗസ്ഥരുടെ അപേക്ഷകൾ പലപ്പോഴും സർക്കാർ നിരസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടെ പോവുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പോലീസിന് ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് അവർ കടുത്ത ഷിഫ്റ്റുകളിൽ അല്ലെങ്കിൽ വീട്ടിൽ പോലും പോകാൻ കഴിയാതെ ഡ്യൂട്ടിയിലുള്ളപ്പോൾ പോലും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതാപരമായ കാര്യമല്ലേ? തീർച്ചയായും ദേവിക, അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ പോലീസിൽ അമിത ജോലിഭാരം ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. 24 മണിക്കൂർ വരെയൊക്കെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ പോലീസ് സേനയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും വീടുകളിലേക്ക് പോകാൻ കഴിയാറില്ല. മാത്രമല്ല, കൃത്യമായ അവധികൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറി അപ്രധാന തസ്തികയിലേക്ക് ജോലി ചെയ്യാൻ പോലും തയ്യാറാകുന്നത്. ആ രീതിയിലുള്ള വലിയ സമ്മർദ്ദം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു പഠനം നടത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി നേരത്തെ തന്നെ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. പക്ഷേ സർക്കാർ ആ ആവശ്യം പരിഗണിച്ചിട്ടില്ല. അതിന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതുപോലെ സംസ്ഥാനത്ത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. പോലീസിന് പോലും പണം നൽകുന്നില്ല. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാതെ പോലീസ് വാഹനങ്ങൾ തമിഴ്നാട്ടിൽ കുടുങ്ങിയ അവസ്ഥ പോലും, അത്തരമൊരു ഗതികേട് പോലും നമുക്ക് വാർത്തയാക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകളുടെ വാഹനം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പോലീസ് വാഹനങ്ങളിൽ AC ഉപയോഗിക്കരുതെന്ന വിചിത്രമായ നിർദ്ദേശം പോലും പോലീസിൽ വന്നിരുന്നു. ആ രീതിയിൽ വലിയ കുടിശ്ശിക തന്നെ പോലീസിന് ഇപ്പോൾ സർക്കാർ നൽകാനുണ്ട്. ആ പണം നൽകിയിട്ടില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് ഇതുവരെ പണം നൽകിയിട്ടില്ല. അവരിൽ പലരും പല ഘട്ടങ്ങളിലായി നമ്മളെ വിളിച്ച് അവരുടെ പരാതികൾ പറയാറുണ്ട്. അത് നമ്മൾ നേരത്തെ വാർത്ത ചെയ്തതുമാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി അതൊന്നുമല്ല. ഈ അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും അമിതമായ രാഷ്ട്രീയവൽക്കരണവും അതും ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. കാരണം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പോലീസിൽ അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിമാരും CPM നേതാക്കളും പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഗതികേട് കൂടി പോലീസ് സേനയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ പല കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം പല പോലീസ് ഉദ്യോഗസ്ഥരും ഇക്കാര്യം സമ്മതിക്കാറുമുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരല്ല പലയിടത്തും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിമാരും അതുപോലെ തന്നെ CPMന്റെ നേതാക്കളുമൊക്കെയാണ്. അത്തരത്തിൽ അമിതമായൊരു രാഷ്ട്രീയ ഇടപെടൽ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ കാര്യങ്ങളും സേനയിൽ പൊതുവായി വരുന്ന വിഷയം തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ സംഘടനാ നേതാക്കൾ കൃത്യമായി ഇതിലൊന്നും ഇടപെടുന്നില്ല. കാരണം മറ്റ് സർക്കാർ സർവീസുകളിൽ നോക്കുകയാണെങ്കിൽ സംഘടനാ നേതാക്കൾ ഇടപെട്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ പോലീസ് അസോസിയേഷനോ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനോ ഈ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്ന പരാതിയും പോലീസ് സേനയിൽ വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും ഇനിയെങ്കിലും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പഠിച്ച് കൃത്യമായ നടപടികളിലേക്ക് പോയില്ലെങ്കിൽ പോലീസിൽ ഈ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ ആത്മഹത്യ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണവും വരും ദിവസങ്ങളിലും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സേനയിൽ വരുന്ന പൊതുവികാരം. പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. കാര്യം ഇത്തരം വാട്സാപ്പ് സന്ദേശങ്ങൾ നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള പോലീസിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും സ്വയം വിരമിക്കലും തടയാനുള്ള നടപടികൾ എങ്ങും എത്തുന്നില്ല. അമിത ജോലി ഭാരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലും നടക്കാത്ത അവസ്ഥയാണ്. സ്വയം വിരമിക്കൽ തടയുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു R. രാജീവ്.